പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ജീവനദി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സംഖ്യാ പുസ്തകത്തിൽ നിന്നുള്ള ബൈബിൾ ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും യഹോവയുടെ സന്നിധിയിൽ മരിച്ചത് ഏത് മരുഭൂമിയിലായിരുന്നു? ഉത്തരം സീനായി മരുഭൂമി. സംഖ്യാപുസ്തകം 3:4. അടുത്ത ക്വസ്റ്റ്യൻ, അഹരോന്റെ മുൻപാകെ നിർത്തുവാൻ ദൈവം മോശയോട് കൽപ്പിച്ച ഗോത്രം ഏതാണ്? ഉത്തരം ലേവി ഗോത്രം. സംഖ്യാപുസ്തകം 3:6. അടുത്ത ക്വസ്റ്റ്യൻ, വീഞ്ഞും മദ്യവും വർജിക്കേണ്ട പ്രത്യേക വ്രതക്കാർ ആരാണ്? ഉത്തരം നാസിർ വ്രതക്കാർ. സംഖ്യാപുസ്തകം 6:2-3. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷൗരക്കത്തി തലയിലൊരിക്കലും തൊടരുതാത്ത വ്രതമേത്? ഉത്തരം നാസിർ വ്രതം. സംഖ്യാപുസ്തകം 6:5. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മരിച്ചാലും അശുദ്ധനാകരുതാത്തവർ ആരാണ്? ഉത്തരം നാസിർ വ്രതക്കാർ. സംഖ്യാപുസ്തകം 6:7-8. അടുത്ത ക്വസ്റ്റ്യൻ, ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ട സ്ഥലത്തിന് എന്തു പേരിട്ടു? ഉത്തരം കിബ്രോത്ത് ഹത്താവ. സംഖ്യാപുസ്തകം 11:34. അടുത്ത ക്വസ്റ്റ്യൻ, മോശയ്ക്ക് വിരോധമായി സംസാരിച്ച മോശയുടെ സഹോദരങ്ങൾ ആരായിരുന്നു? ഉത്തരം മിരിയാം. സംഖ്യാപുസ്തകം 12:9-10. അടുത്ത ക്വസ്റ്റ്യൻ, കനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്നും എത്ര പുരുഷന്മാരെ അയച്ചു? ഉത്തരം 12 പേർ. സംഖ്യാപുസ്തകം 13:2. അടുത്ത ക്വസ്റ്റ്യൻ, നൂന്റെ മകനായ യോശുവയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരം ഹോശയ. സംഖ്യാപുസ്തകം 13:16. അടുത്ത ക്വസ്റ്റ്യൻ, കനാൻ ദേശം ഒറ്റുനോക്കി മടങ്ങി വരാൻ എത്ര ദിവസമെടുത്തു? ഉത്തരം 40 ദിവസം. സംഖ്യാപുസ്തകം 13:25. അടുത്ത ക്വസ്റ്റ്യൻ, ഏദോമിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം സെയീർ. സംഖ്യാപുസ്തകം 24:18. അടുത്ത ക്വസ്റ്റ്യൻ, അഹരോൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 123 വയസ്സ്. സംഖ്യാപുസ്തകം 33:39. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെപ്പോലെ സംസാരിച്ച മൃഗം ഏതാണ്? ഉത്തരം കഴുത. സംഖ്യാപുസ്തകം 22:28-30 വരെ.